ഹലോ ഫ്രണ്ട്സ്, ഇന്ന് മെയ് 21. കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഞാൻ ആശുപത്രിയിലായിരുന്നു. എൻ്റെ കയ്യിലിരിപ്പുകൊണ്ട് ഞാൻ ആശുപത്രിയിലായതല്ല. എൻ്റെ അച്ഛന് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ലിവർ സിറോസിസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർമാർ അവസാനം പറഞ്ഞു ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന്. ഈ വിവരം ഞങ്ങളറിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് അച്ചു പറഞ്ഞു അവൻ എൻ്റെ അച്ഛന് ലിവർ കൊടുക്കാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, നിങ്ങൾക്കാർക്കും കുഴപ്പമില്ലെങ്കിൽ ഞാൻ കൊടുത്തോളാം. അതേസമയം തന്നെ വീട്ടിൽ എൻ്റെ അനിയനും പറഞ്ഞു അവനും കൊടുക്കാമെന്ന്. പക്ഷെ അവനോടും ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ കൊടുത്തോളാം. ഈ വിവരം അച്ഛൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ എല്ലാവരും സപ്പോർട്ടായിരുന്നു. അച്ഛന് വേണ്ടി ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമല്ലേ ഇതെന്നായിരുന്നു പറഞ്ഞത്. എങ്കിലും അവർക്ക് കുറേ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ടെസ്റ്റുകൾക്കൊക്കെ ശേഷം എൻ്റെ ലിവർ അച്ഛൻ്റെ ലിവറായിട്ട് മാച്ചാവുമെന്ന് കണ്ടെത്തി. പക്ഷെ അപ്പോൾ എൻ്റെ ആകെയുള്ള സങ്കടം എന്ന് പറഞ്ഞാൽ കുഞ്ഞുവിനെ കാണാതിരിക്കണമല്ലോ എന്ന് ആലോചിച്ചായിരുന്നു. സർജറിയുടെ വേദന കൊണ്ട് ഞാൻ കരഞ്ഞില്ലെങ്കിലും ഇവളെ കാണാതാവുമ്പോൾ ഞാൻ കരയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം കുഞ്ഞുണ്ടായത് പിന്നെ ഞാനും കുഞ്ഞും പിരിഞ്ഞിരുന്നിട്ടില്ല. പക്ഷേ കുഞ്ഞുവിനോട് ഞാനെല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ചാച്ചൻ്റെ കരൾ വയ്യാത്തതുകൊണ്ട് അമ്മ കരൾ കൊടുക്കുകയാണ്. അപ്പോൾ അമ്മ കുറേ ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരും. അമ്മയുടെ കൂടെ അച്ഛനും ഹോസ്പിറ്റലിൽ വരും. അപ്പോൾ അച്ഛനെയും അമ്മേനെയും കാണാതാവുമ്പോൾ കുഞ്ഞു കരയരുത്. അച്ചാച്ചനും അച്ചാമ്മയും ആൻറ്റിയൊക്കെ പറയുന്നത് കേട്ട് നല്ല മോളായിരിക്കണം. പിന്നെ ആശുപത്രിയിൽ നിന്ന് വന്നാലും കുഞ്ഞുവിനെ അമ്മയ്ക്ക് എടുക്കാൻ പറ്റില്ല. കുഞ്ഞുവിനെ എടുക്കണമെങ്കിൽ കുറേ നാൾ കഴിയണം. എല്ലാം എൻ്റെ കുഞ്ഞു കേട്ടു. പിന്നെ കുറേ പേരോട് നന്ദി പറയാനുണ്ട്. ഞങ്ങളുടെ ഡോക്ടർ വേണുഗോപാൽ സാർ, കോർഡിനേറ്റർ സജിത ചേച്ചി, LC സിസ്റ്റർ, പിന്നെ എന്നെ നോക്കിയ എല്ലാ ഡോക്ടർമാരും, കുറേ സിസ്റ്റർമാരൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അച്ചു, ഞാനിതിന് വില്ലിങ്ങായ അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്ത് ഹാപ്പിയാക്കി വെച്ചു. പിന്നെ എൻ്റെ കുഞ്ഞു, ഞാൻ പറഞ്ഞിട്ട് പോയതൊക്കെ അനുസരിച്ച് നല്ല മോളായിട്ടിരുന്നോള്. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ അവൾ എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമായിരുന്നു അമ്മ ഇനി എന്നാ എന്നെ എടുക്കണേ, എത്ര ദിവസം കഴിയും എന്നെ എടുക്കാനൊക്കെ. അത് കേൾക്കുമ്പോൾ എനിക്ക് കുറേ സങ്കടമാവുമായിരുന്നു. അപ്പം ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. പിന്നെ എൻ്റെ അമ്മയ്ക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ബാക്കിയുള്ളവരെക്കാളും കൂടുതൽ സങ്കടം അമ്മയ്ക്കായിരുന്നു. കാരണം ഞാനും അച്ഛനും ഹോസ്പിറ്റലാണ്. ഞങ്ങളെ രണ്ടുപേരെയും ഓർത്ത് അമ്മയ്ക്ക് ടെൻഷനായിരുന്നു. പിന്നെ അച്ചുവിൻ്റെ ഫാമിലി, ഇവിടെ അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു. ഞങ്ങൾ ആശുപത്രി കിടക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്നു. സർജറി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോഴാണെങ്കിൽ ഒരു കുഞ്ഞു കുട്ടീനെ നോക്കണ പോലെ ഇവരെന്നെ നോക്കി. ഇവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പിന്നെ എൻ്റെ അനിയൻ, ഹാരിഷ, വല്യമ്മമാർ, വല്യച്ഛമാർ, ചേച്ചിമാർ, ചേട്ടന്മാർ, എൻ്റെ കസിൻസ്, എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ ആരുടെയും പേര് പ്രത്യേകം എടുത്ത് പറയുന്നില്ല. എല്ലാവരും എന്നെ വിളിച്ച് അന്വേഷിക്കുകയും എൻ്റെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി.